വിശുദ്ധ കുർബാന തടസ്സപ്പെടുത്തിയത് ചോദ്യം ചെയ്ത വിശ്വാസികൾ ഇപ്പോഴും ജയിലിൽ. ജാമ്യാപേക്ഷ വീണ്ടും തള്ളി ഹൈക്കോടതിയെ സമീപിക്കുകയാണ് സഭാ നേതൃത്വം. രാജസ്ഥാനിലെ ബൻസ്വാര ജില്ലയിൽ ദിവ്യബലി തടസ്സപ്പെടുത്തുകയും പ്രാർത്ഥനയ്ക്കെത്തിയവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവം ചോദ്യം ചെയ്തു എന്നതിന്റെ പേരിലാണ് 10 വിശ്വാസികൾ ഇപ്പോഴും തടവിൽ തുടരുന്നത്. അറസ്റ്റിലായ കത്തോലിക്ക വിശ്വാസികളുടെ ജാമ്യാപേക്ഷ ജില്ലാ കോടതി വീണ്ടും തള്ളിയിരിക്കുന്നു. കഴിഞ്ഞ 3 മാസമായി വിചാരണ തടവുകാരായി ജയിലിൽ കഴിയുന്ന ഈ വിശ്വാസികളുടെ മോചനത്തിനായി സഭാ നേതൃത്വം ഇനി ജോധ്പൂർ ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. ഉദയപൂർ രൂപതയുടെ ബന്ദാരിയ ഇടവകയ്ക്ക് കീഴിലുള്ള കലിഞ്ചര ഗ്രാമത്തിൽ മെയ് 1-നാണ് കേസിനാസ്പദമായ സംഭവങ്ങൾ അരങ്ങേറിയത്. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള മാതാവിന്റെ കപ്പേളയിൽ പരിശുദ്ധ മറിയത്തിന്റെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന നൊവേന പ്രാർത്ഥനയിലും പരിശുദ്ധ കുർബാനയിലും 70ഓളം വിശ്വാസികളാണ് പങ്കെടുത്തത്. ദിവ്യബലിയുടെ മധ്യേ ഒരു കൂട്ടം ഹിന്ദുത്വ തീവ്രവാദികൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറുകയും മൊബൈൽ ഫോണുകളിൽ ദൃശ്യങ്ങൾ പകർത്തുകയുമായിരുന്നു. സ്ഥലത്ത് മതപരിവർത്തനം നടത്തുകയാണ് എന്നാരോപിച്ച് ഇവർ വിശ്വാസികളെ ഭീഷണിപ്പെടുത്തി. തുടർന്ന് അക്രമികൾ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഇത് വിശ്വാസികൾ തടഞ്ഞു. എന്നാൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വിശ്വാസികളെയാണ് എന്ന് മാത്രം. അതിക്രമിച്ച് കയറിയവരുടെ പരാതിയിൽ വധശ്രമത്തിനും കലാപശ്രമത്തിനും രാജസ്ഥാനിലെ മതപരിവർത്തന നിരോധന നിയമ ലംഘനം എന്നീ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മെയ് മാസം മുതൽ ജയിലിൽ കഴിയുകയാണ് 10 വിശ്വാസികൾ. ഇവരുടെ ജാമ്യാപേക്ഷ താഴ്ന്ന കോടതികളും സെഷൻസ് കോടതിയും ഇതിനോടകം തള്ളിക്കളഞ്ഞു. സംഭവത്തിൽ ഉദയപൂർ രൂപത കടുത്ത ആശങ്കയിലാണ്. പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടുന്ന സമാധാന പ്രിയരായ വിശ്വാസികൾക്കെതിരെ മതപരിവർത്തന നിയമങ്ങളും കള്ളക്കേസുകളും ചുമത്തുന്നത് ക്രൈസ്തവ സമൂഹത്തിന് വലിയ ഭീതി ഉണ്ടാക്കും എന്നാണ് ഉദയപൂർ രൂപത മെത്രാൻ ബിഷപ്പ് ദേവ് പ്രസാദ് ജോൺ ഗണാവ ചൂണ്ടിക്കാട്ടുന്നത്. ക്രൈസ്തവ സമൂഹത്തിനെതിരെയുള്ള ഇത്തരം അതിക്രമങ്ങൾക്കും വ്യാജ ആരോപണങ്ങൾക്കുമെതിരെ ശക്തമായ നിയമ പോരാട്ടം തുടങ്ങും എന്നാണ് സഭാവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്.